ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിൻ്റെ ട്യൂട്ടോറിയലിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസിനെ പറ്റിയാണ്. ആദ്യമായിട്ട് ഒരു നോർമൽ സാധാരണ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സ്ക്രൂ ഡ്രൈവറിൻ്റെ ടിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടിപ്പ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ സ്ക്രൂവിൻ്റെ ഹെഡ് ഡാമേജ് ആയില്ലെങ്കിൽ ഹെഡിൽ സ്ക്രാച്ച് വരികയൊക്കെ ചെയ്യും. ഇങ്ങനെ ലാപ്ടോപ്പിൻ്റെ സ്ക്രൂ സ്ക്രാച്ച് അല്ലെങ്കിൽ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ വേറൊരാൾക്ക് അറിയാൻ സാധിക്കും ഈ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ്, യൂസ്ഡ് ലാപ്ടോപ്പ് സെയിൽ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കുന്ന ഒരാൾ ആദ്യം നോക്കുന്നതും ഈ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് അറിയാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ലാപ്ടോപ്പിൻ്റെ സ്ക്രൂ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രൂ ഡ്രൈവർ നന്നായിട്ട് ഉപയോഗിക്കുക, നല്ല ക്വാളിറ്റിയിൽ വാങ്ങിക്കുക. പിന്നെ ഒരു സാധാരണ ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ, ഇത് വലിയ യൂസൊന്നുമില്ല, പക്ഷേ എന്നാലും പല ടൈമിലും ആവശ്യമാണ്. പിന്നെ ഒരു ഹെക്സ് സ്റ്റാർ ഫ്ലവർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവർ, ഇതും സ്ഥിരമായിട്ട് വരുന്നതല്ല. HP പ്രോ ബുക്ക്, എലൈറ്റ് ബുക്ക് അല്ലെങ്കിൽ ഓൾഡ് മോഡൽ കോമ്പാക്റ്റിൻ്റെ സീരീസിലൊക്കെ വരുന്ന ലാപ്ടോപ്പിൽ വേണ്ടി മാത്രമാണ് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ നോർമൽ ലാപ്ടോപ്പിനുള്ള വേണ്ടിയുള്ള ടൂൾസാണ്, സ്ക്രൂ ഡ്രൈവറാണ്. മാക്കിന് തീർത്തും ഡിഫറെൻ്റാണ്. കാരണം മാക്കിൻ്റെ ബോർഡും വർക്കിങ്ങും ഒക്കെ ഡിഫറെൻ്റാണ്. അപ്പോൾ അത് പിന്നീട് പറയാം. ഓക്കെ, ഇപ്പോൾ നോർമൽ ലാപ്ടോപ്പിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. പിന്നെ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടൂള് ട്യൂസറാണ്. ഇതും നല്ല ക്വാളിറ്റിയുള്ള ട്യൂസർ തന്നെ വാങ്ങിക്കണം. ഇതിൻ്റെ ടിപ്പ് വളരെ പ്രധാനപ്പെട്ടാണ്. SMD IC ഒക്കെ ഹോട്ട് ഉപയോഗിച്ച് ഹോട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ടിപ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ IC നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഈ IC എടുക്കുന്ന സമയത്ത് ഈ IC ഒന്ന് സൈഡിലേക്കൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ICയുടെ എല്ലാ ഭാഗത്തും ചെറിയ ചെറിയ SMD കമ്പോണൻസ് ഉണ്ടാവും. റെസിസ്റ്റർ ആയാലും കപ്പാസിറ്റർ ആയാലൊക്കെ സ്വാഭാവികമായിട്ടും ഈ IC നീങ്ങുന്നതോടുകൂടി ഇതിൻ്റെ കൂടെ ഈ കമ്പോണൻസ് ഒക്കെ നീങ്ങിപ്പോവും. പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ IC റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്യൂസർ ഒരിക്കലും വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഈ ട്യൂസർ ഒരിക്കലും താഴെ വീഴാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അടുത്തൊരു ടൂള് VGA പോർട്ടിൻ്റെ സ്ക്രൂ റിമൂവ് ചെയ്യാനുള്ള ഒരു 5mm ഹെക്സ് സോക്കറ്റ് റിമൂവറാണ്. ഇത് നോർമലാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നോസ് പ്ലെയർ ഉപയോഗിച്ച് ചെയ്യാം. അടുത്തത് ഒരു നോസ് പ്ലെയറാണ്, നോർമൽ നോസ് പ്ലെയറാണ്. ഓക്കെ, അടുത്ത ഭാഗം ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. ലാപ്ടോപ്പ് സർവീസിൽ ഏറ്റവും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ഡിവൈസാണ് മൾട്ടിമീറ്റർ. പ്രത്യേകിച്ച് ഷോർട്ട് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടും വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ നേരത്തും നമ്മൾ ഉപയോഗിക്കുന്ന കൂടെ ഉണ്ടാകുന്ന ഒരു ഡിവൈസാണ് മൾട്ടിമീറ്റർ. അപ്പോൾ അതും നല്ലൊരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാൻവയുടെ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററാണ്. ഏതാണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ വാങ്ങിക്കുക. അടുത്തത് ഒരു സോൾഡറിങ് അയൺ, ചെറിയ ടിപ്പുള്ള നല്ലൊരു സോൾഡറിങ് അയൺ. ഏത് കമ്പനിയാലും കുഴപ്പമില്ല, നല്ല സോൾഡറിങ് അയൺ ആയിരിക്കണം മാത്രം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോൾഡറോൻ്റെ. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സോൾഡറോൻ്റെ ഒരു സോൾഡറിങ് അയണാണ്. പിന്നെ ഹോട്ട് എയറിൻ്റെ കൂടെ വരുന്ന സോൾഡറിങ് അയൺ ഉണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ ടൂള് ഹോട്ട് എയറാണ്, ഹോട്ട് എയർ ഗണ്ണ്. ഹോട്ട് എയർ ഗണ്ണ് ഞാൻ ഉപയോഗിക്കുന്നത് ക്യുക്ക് എന്നുള്ള കമ്പനിയുടെ ഒരു ഹോട്ട് എയർ ഗണ്ണാണ്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഹോട്ട് എയർ ഗണ്ണ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം.
അതിൻ്റെ കൂടെ തന്നെ സോൾട്ടിങ് ആൻ വരുന്നതുകൊണ്ട് അത് ഉപയോഗിക്കാം. വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകുന്നുണ്ട്. ആണെങ്കിൽ വളരെ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഹോട്ടാകുന്നതും ഹീറ്റാകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുന്ന നല്ലൊരു ഹോട്ട് എയർ ഗണ്ണ്. അടുത്തത് നല്ലൊരു പവർ സപ്ലൈ ആണ്. ഈ പവർ സപ്ലൈ ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള പവർ സപ്ലൈ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ലാപ്ടോപ്പും ചെക്ക് ചെയ്യാൻ പറ്റും. കേബിളിൻ്റെ കണക്ടർ മാത്രം മാറ്റി കൊടുത്താൽ മതി. ഈ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് ഒരു ലാപ്ടോപ്പ് അത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഏകദേശം അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലതും പവർ ജാക്കുമാണോ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ വോൾട്ടേജ് മാത്രമേ വരുന്നുള്ളൂ, റാം എടുക്കുന്നുണ്ടോ, CPU എടുക്കുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഈ പവർ സപ്ലൈയുടെ വോൾട്ടേജും കറണ്ടും ചെക്ക് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതൊക്കെ പിന്നീട് പറയാം. അപ്പം നല്ലൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള ഒരു പവർ സപ്ലൈ ആണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല, ഞാൻ പിന്നീട് കാണിക്കാം. അപ്പോൾ നല്ലൊരു പവർ സപ്ലൈ 20 വോൾട്ട് ആണ് മിനിമം എങ്കിലും 30 വോൾട്ട് 5 ആംപിയറുള്ള നല്ലൊരു പവർ സപ്ലൈ. 3.3 ആംപിയർക്ക് മതി, പക്ഷേ എന്നാലും ഓഫായി പോകും. പല ടൈമിലും ഷോർട്ട് ആവുന്ന ടൈമിലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ് ആകാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത് 5 ആംപിയറിൻ്റെ 30 വോൾട്ട് 5 ആംപിയറിൻ്റെ നല്ലൊരു SMPS പവർ സപ്ലൈ. അടുത്തത് ബയോസ് പ്രോഗ്രാമറാണ്. ഇന്ന് മിക്ക ലാപ്ടോപ്പിലും പ്രധാന കംപ്ലൈൻറ്റ് വരുന്നത് ബയോസിനാണ്. അതുകൊണ്ട് തന്നെ ഒരു ലാപ്ടോപ്പ് സർവീസ് ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും അവൻ്റെ കയ്യിൽ വേണ്ട ഒരു കാര്യമാണ് ബയോസ് പ്രോഗ്രാമർ. മാർക്കറ്റിൽ ഒരു 3000 4000 മുതൽ 50,000 1 lakh വരെയുള്ള ബയോസ് പ്രോഗ്രാമർ അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിപ്പോൾ ആദ്യം ഉപയോഗിച്ചിരുന്നത് വളരെ ചെറിയൊരു പ്രോഗ്രാമറാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമറാണ്. ഇത് ഓൺലൈൻ വാങ്ങിച്ചാണ്. ഇതിന് ഏകദേശം 4000 rupees വരുള്ളൂ. നമ്മുടെ ലാപ്ടോപ്പ് റിപ്പയറിൽ 95 to 97% എല്ലാ ബയോസും ഈ ചിപ്പും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ഒരു ബയോസ് പ്രോഗ്രാമർ മാത്രം മതി ആദ്യമായിട്ടൊക്കെ. പിന്നെ ആ 3% വേണ്ടി മാത്രം ഇത്രയും കാശ് മുടക്കി വലിയൊരു ബയോസ് പ്രോഗ്രാമർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പ്രോഗ്രാമർ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ വേറെ ഒരു ക്ലാസ്സിൽ പറയാം. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാമറാണത്. ഇതും പെർഫെക്റ്റാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന ചില ചിപ്പ് സപ്പോർട്ട് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കാം. ഇതിൽ 1.8 വോൾട്ടുള്ള ചിപ്പൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അത് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള ചിപ്പത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമറാണ്. മിനിമം ഒരു 4000 ആ പ്രൈസിൽ ഇത് അവൈലബിൾ ആണ്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. അടുത്തത് ഓസിലോസ്കോപ്പാണ്. ഓസിലോസ്കോപ്പ് ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു ടൂളൊന്നുമല്ല. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ടൂളാണ്. ഇതുണ്ടെങ്കിൽ പല ഡിവൈസും ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതില്ല എന്നുണ്ടെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഇത് കോസ്റ്റ്ലിയാണ്. മിനിമം ഒരു 25,000 മുകളിലേക്ക് 1 lakh ഒക്കെ വരെ നല്ല പ്രൈസുള്ള കോസ്റ്റ്ലിയാണ്. അതുമാത്രമല്ല നല്ല കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് ആകാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ബയോസിൻ്റെ വർക്കിങ്, അതുപോലെ റാമിൻ്റെ വർക്കിങ്, ക്രിസ്റ്റലിൻ്റെ ഫ്രീക്വൻസി ഇതൊക്കെ ചെക്ക് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഓസിലോസ്കോപ്പ് നല്ലതാണ്. അത് പല സിഗ്നലും ചെക്ക് ചെയ്യാൻ ഓസിലോസ്കോപ്പ് നല്ലതാണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ ഇതില്ലാതെ ചെയ്യാമെന്നുള്ളതും എത്രമാത്രം ഇതിന് സ്വാധീനമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉള്ളത് നല്ലതാണ്, പക്ഷേ ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല.
എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ഓസിലോസ്കോപ്പാണ്, USB ഓസിലോസ്കോപ്പാണ്. ഇതിന് ഏകദേശം 22,000 പ്രൈസ് ഉണ്ട്. ഓൺലൈൻ വാങ്ങിച്ചാണ്. 250 MHz വരെ ഫ്രീക്വൻസി ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 1 month മാത്രമേ എനിക്കിത് യൂസ് ചെയ്യാൻ സാധിച്ചുള്ളൂ. ഓൺലൈൻ വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വാറൻറ്റിയും കിട്ടിയില്ല. പക്ഷേ ഇതിൻ്റെ ആവശ്യം ഞാൻ പഠിച്ച രീതി, മനസ്സിലാക്കിയ രീതി കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു വില കുറഞ്ഞ വെറും 20 MHz ഉള്ള ഈ ഒരു ഓസിലോസ്കോപ്പ് വാങ്ങിച്ചു. ഇത് USB ആണ്. ഓക്കെ, ഇതിലെ പ്രശ്നം ഇത് 20 MHz, അതായത് നമ്മുടെ കോർട്ടുഡിയോ i3 ലാപ്ടോപ്പൊക്കെ, നോർമൽ ലാപ്ടോപ്പൊക്കെ ഒരു സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ലാപ്ടോപ്പ് വരെ മാത്രമേ ഇതുകൊണ്ട് ബയോസും ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പുതിയതിലൊക്കെ ബയോസ് ചിപ്പൊക്കെ വർക്ക് ചെയ്യുന്നത് 30, 40, 50 MHz അതുകൊണ്ട് തന്നെ അതൊന്നും ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ പഠിക്കാൻ ഇത് മതി. നോർമൽ കോർട്ടുഡിയോ സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ലാപ്ടോപ്പൊക്കെ ചെക്ക് ചെയ്യാൻ ഇത് നല്ലതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് പെട്ടെന്ന് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് കൊണ്ട് ഇതില്ലാതെയും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ചിപ്പ് ലെവൽ സർവീസിന് ആവശ്യമുള്ള ടൂൾസ്. ഇത് കൂടാതെ ഇതിൻ്റെ കൂടെ ആവശ്യം വരുന്ന ഒരു കാര്യമാണ് BGA റീവർക്ക് മെഷീൻ. ഇതും വളരെ കോസ്റ്റ്ലിയാണ്. പിന്നെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി ഇതിനായിട്ട് ഒരാൾ നിൽക്കുക എന്നുള്ളതാണ് നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, ടൈമിങ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ മദർ ബോർഡിൻ്റെ വർക്ക് കുറയും, ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2-3 months ഉപയോഗിച്ചിരുന്നു. പിന്നീടത് കൊടുത്തത് കാരണം പിന്നീട് പറയാം അത് എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീട് പറയാം. അപ്പോൾ ഇതാണ് നോർമലായിട്ട് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിന് ആവശ്യമുള്ള ടൂൾസ്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.